അങ്ങേക്ക് 8 മിനിറ്റ് സംസാരിക്കാം. PI മധുസൂദനൻ. സാർ, അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് കേരളത്തിലെ സർക്കാർ സന്നദ്ധമാകുമ്പോൾ ഇത്രമാത്രം വേവലാതി UDFന്റെ പ്രതിനിധികൾക്കുണ്ടാകും എന്നുള്ളത് പ്രകടമാവുന്നതാണ് പ്രമേയ അവതാരകന്റെ അവതരണം. കേരളത്തിലെ ചില ഒറ്റപ്പെട്ട കാര്യങ്ങൾ എടുത്ത് കേരളത്തിലെ ആരോഗ്യരംഗമാകെ പ്രതിസന്ധിയിലാണ് എന്ന് വരുത്തി തീർത്ത് നിങ്ങൾ ആരെ സഹായിക്കാനാണ് പോകുന്നത് എന്നത് കൃത്യമായി വ്യക്തമാക്കുന്നതിന് ധൈര്യം കാണിക്കണം, സന്നദ്ധത കാണിക്കണം. കാരണം കേരളത്തിലെ ഗവൺമെന്റ് കൃത്യമായിട്ടുള്ളൊരു നയം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റാണ്. നിങ്ങൾ കോർപ്പറേറ്റുകൾക്ക്, കമ്പോള ശക്തികൾക്ക് വിധേയപ്പെട്ട് പൊതു ആരോഗ്യ സംവിധാനത്തെ തകർത്ത പാരമ്പര്യമുള്ളവരാണ്. എന്നാൽ സാധാരണ ജനങ്ങൾക്ക് ആശ്വാസകരമായ രീതിയിൽ ഈ പൊതു സംവിധാനത്തെ ശക്തിപ്പെടുത്തി പോകുന്നതിനാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിന്റെ വിശദീകരിച്ചിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. UDF സർക്കാരിന്റെ 5 വർഷം നിങ്ങൾ ഈ പൊതു ആരോഗ്യ സംവിധാനത്തിന് നീക്കിവെച്ചത് 20,011 കോടി രൂപയാണ്. കഴിഞ്ഞ 4 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നീക്കിവെച്ചത് 51,250 കോടി രൂപയാണ്. ഈ പൊതുമേഖലാ സംവിധാനത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ ഗവൺമെന്റ് എത്രമാത്രം പ്രതിജ്ഞാബദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ കണക്ക്. നിങ്ങളിത് കുറെ കാലമായല്ലോ തുടങ്ങിയിട്ട്. നിങ്ങൾക്ക് ഈ ആരോഗ്യമന്ത്രിയെ കാണുമ്പോൾ വിഷമം, ആരോഗ്യ വകുപ്പിനെ കാണുമ്പോൾ ആകെ വേവലാതി. കാരണം ഇത് കൃത്യമായിട്ടും ഫലപ്രദമായിട്ടും മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളത് കൊണ്ടല്ലേ വ്യക്തിപരമായിട്ട് ആരോഗ്യമന്ത്രിയെ കടന്നാക്രമിക്കുന്നതിനോട് നീക്കം നിങ്ങൾ നടത്തിയത്. എന്തെല്ലാ പറഞ്ഞത്? വീണ ജോർജിന്റെ രാജി എഴുതി വാങ്ങി വാർത്ത വായിക്കാൻ വിടണം. മുഖ്യമന്ത്രിയോട് മുരളീധരന്റെ ആഹ്വാനമാണ്. ആരോഗ്യമന്ത്രി നടത്തുന്നത് PR ജോലി, രാജിവെക്കണം. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുള്ളതാണ്. ഗ്ലിസറിൻ ഉപയോഗിച്ചിട്ടാണ് വീണ ജോർജ് കരഞ്ഞത്. അത് കഴുതക്കണ്ണീരായിരുന്നു. ബഹുമാന്യനായിട്ടുള്ള ആരാധ്യനായിട്ടുള്ള തിരുവഞ്ചൂർ ഇവിടെ ഇരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പ്രസ്താവനയാണ്. ഏത് ഗ്ലിസറിൻ ഉപയോഗിച്ചിട്ടാണ് ഈ ആരോഗ്യ വകുപ്പ് മന്ത്രി കരഞ്ഞത്. ഇത്രമാത്രം അപമാനകരമായ രീതിയിൽ പരിണതപ്രജ്ഞനായിട്ടുള്ള ഒരാൾ പ്രതികരിക്കാൻ പാടുണ്ടോ എന്ന് ഞങ്ങൾ ചോദിക്കുകയാണ്. പിന്നെയോ രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുള്ള കാര്യം ഞങ്ങൾ മറക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു ഒരു വലിയ സീറോ ആണ് ഈ ആരോഗ്യ വകുപ്പ് മന്ത്രി. ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് പ്രതിഷേധങ്ങൾ നേരിടാൻ ഭയം, കെട്ടിടം താഴെ വീണത് ഭരണവൈകല്യം കൊണ്ട്. ഇതെല്ലാം പറഞ്ഞിട്ടുള്ളത് നിങ്ങളല്ലേ. ഈ ആരോഗ്യ വകുപ്പ് മന്ത്രിയെ വേട്ടയാടിയിട്ട് കേരളത്തിലെ ആരോഗ്യ രംഗത്തെയും ഈ ഗവൺമെന്റിനെയും ക്ഷീണിപ്പിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങ് അറ്റത്ത് വെച്ചിട്ട് വന്നാൽ മതി. അതൊന്നും ഇവിടെ ചെലവാകാൻ പോകുന്നില്ല എന്ന് തന്നെ പറയാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതെ, നിങ്ങളെ ഈ രംഗത്ത് ഞങ്ങൾ നടത്തുന്ന കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ഓർമ്മിക്കുകയാണ്. എളമരം കരീം MP-യുടെ PA രാഹുൽ, വലിയ IT വിദഗ്ധനായിട്ടുള്ള ചെറുപ്പക്കാരനാണ്. ദില്ലിയിൽ എയിംസിലായിരുന്നു കോവിഡ് ബാധിച്ചിട്ട് ആ ചെറുപ്പക്കാരനെ പ്രവേശിപ്പിച്ചു. അദ്ദേഹത്തിന്റെ സഹോദരൻ ഡോക്ടറാണ്. ദില്ലിയിൽ ചെന്നു. ആളുകൾ ഇങ്ങനെ ഈ വഴിയിലൊക്കെ ഇങ്ങനെ മരിച്ചു വീഴുന്നു. വീൽ ചെയറിൽ ആളുകൾ കടന്നു മരിക്കുന്നു. ഒരു ചികിത്സാ കാര്യവും കിട്ടുന്നില്ല. അവസാനം വലിയ നിലയിൽ ഇടപെടൽ നടത്തി ആ ചെറുപ്പക്കാരനെ എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത് ഈ കേരളത്തിലാണ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. ഇന്ന് അദ്ദേഹം ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള IT കമ്പനിയുടെ മേധാവിയായിട്ട് പ്രവർത്തിക്കുന്നു. ഞാൻ അഭിമാനത്തോടു കൂടിയിട്ട് പറയുന്നു, ഈ ആരോഗ്യ വകുപ്പിന്റെ കേരളത്തിലെ ഗവൺമെന്റിന്റെ നേട്ടമാണ് ജീവിതം കൊടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഈ നിലപാട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങളൊരു ഹെലികോപ്റ്റർ വാടക